എല്ലാവരും കൂടി ചേർന്നത്. പിന്നീട് ഉമേഷ് സാർ അതിനെ അങ്ങനെ പറ്റൂ എന്ന് പറയുകയും പിന്നീട് നമ്മൾ അത് അങ്ങനെ തുടർന്നു പോരുകയായിരുന്നു. കാരണം എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓണാഘോഷം അതായിരുന്നു നമ്മളുടെ എല്ലാവരും തീരുമാനം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു 6 ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളുടെ ഇൻട്രോ ആണ്. ഞാൻ പേരുകൾ പറഞ്ഞ് അതിന്റെ ഒരു സർപ്രൈസ് കളയുന്നില്ല. ഇപ്പോ ഫസ്റ്റ് ടീം ഇവിടെ വരികയാണ്. അവര് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ആദ്യത്തെ ടീമിനെ വിളിക്കുന്നു. ആരാണ് ചോദിച്ചത്? അത് വാഴയാമത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? കേട്ടില്ലേ വല്യമാമ, ഇവന്റെ ബാംഗ്ലൂരിലെ ഹോട്ടൽ ബിസിനസ് പൊളിഞ്ഞൂന്ന്. എന്റെ പൊന്നപ്പുമാമേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി പൊള്ളാച്ചി വഴി ഒന്ന് കറങ്ങി. എന്താ സ്ഥലം! നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. രമണീയോ? നിങ്ങളുടെ പഴയ രമണീയല്ല, രമണീയം. അതെയോ? ചുമ്മാ അങ്ങ് മറിച്ചു വിട്ടാൽ ഏക്കറിന് 5 വെച്ച് കൈ കിട്ടും. പക്ഷെ ഞാനത് ചെയ്യും. ലാഭം കിട്ടുന്ന ബിസിനസ് ഒന്നും നീ ചെയ്യില്ലല്ലോ. ആ സ്ഥലം വിൽക്കാതെ തന്നെ മുതലും പലിശ ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വാഴകൃഷി. വാഴകൃഷിയോ? ഈ ലോകത്ത് ഏറ്റവും ലാഭം കൊയ്യുന്ന ബിസിനസ് വാഴകൃഷിയാണെന്ന് പറഞ്ഞാൽ അപ്പുമാമ വിശ്വസിക്കും ഇല്ല. എന്നാലാണ് ലക്ഷ്മി പറഞ്ഞപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശ്വാസമായി. ഇതും ലക്ഷ്മിയുടെ ബുദ്ധിയാ. എന്റെ അമ്മാവ, ഇവരിതുവരെ ചെയ്ത ബിസിനസ് പോലെ അല്ല ഈ വാഴകൃഷി. ഈ വാഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ കൊല മാത്രമേ ഉള്ളൂ. എന്നാൽ വാഴകൃഷി അടിമുടി ലാഭ. ഉദാഹരണത്തിന് വാഴപ്പിണ്ടി. ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഔഷധം ഈ ഭൂലോകത്തുണ്ടോ? പിന്നെ പിണ്ടിത്തോരൻ, പിണ്ടിക്കറി, പിണ്ടി ജ്യൂസ്, പിണ്ടി പെരുന്നാള്. അമ്മാമേ, എവിടെ മലയാളിയുണ്ടോ അവിടെ ഒരു സദ്യയുണ്ട്. എവിടെ സദ്യയുണ്ടോ അവിടെ ഒരു വാഴയിലുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വാഴയില കയറ്റുമതി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ അമ്മാമയ്ക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായിട്ടില്ല. എന്റെ അമ്മാമേ, ആദ്യം വേണ്ട ചങ്കൂറ്റ. എന്റെ ബാലകൃഷ്ണ ചങ്കൂറ്റ മാത്രം. അപ്പൊ വാഴകൃഷി ഫിക്സ്. ചതിച്ചല്ല വാഴ, കുലച്ചില്ല വാഴ, ഉപയോഗശൂന്യൻ നീ ഭൂമിക്കു ഭാര. നീ ഏതാ ചോദിച്ചതു മാഷ, ഉത്തര കടലാസിലോ ചോദ്യത്തിന്റെ കളിയാ. ചുവപ്പ് മയമാ, തോൽവിയുടെ മണമാ, കെമിസ്ട്രിക്ക് പിണക ഗണകോ ഗണക. മനപാഠമാക്കി ഞാൻ വരികൾ പരീക്ഷയിൽ ശ്രദ്ധിച്ചു ലൈക്ക് പല കളറിൽ. ആവേശത്തോടെ ആരൊക്കെ ആട്ടമാടി ആർമാദിച്ചാലും ശരി, ഒന്ന് രോമാഞ്ചം കൊള്ളിക്കാൻ, ഒരു ഓളമുണ്ടാക്കാൻ തലയെടുപ്പുള്ള ഒരൊറ്റ ടീമേ ഈ കൂട്ടത്തിലുള്ളൂ, ഇന്റൽ വാഴ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടീമാണ് ഇന്റൽ വാഴ. കുറെ വാഴകളെ കണ്ടില്ലേ? അപ്പൊ അടുത്ത ടീമിന് ഇതേ ചൂടോടുകൂടി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. ടീമും സർപ്രൈസ് ടീം വരുന്നു. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി. തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ. ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ?
തുള്ളിച്ചാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന് നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തനിച്ചത്തിലു മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. അപ്പൊ നമ്മളുടെ അടുത്ത ടീമായിരുന്നു ഇന്റൽ ആർമാദം. നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത ടീമിനെ വിളിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങൾ കണ്ട മരമാടനും മാക്രയും ഒക്കെ നടത്തിയ ഉത്സവം എന്ത് ചെയ്യാനാ പ്ലാൻ? അതൊക്കെ ഒരു സസ്പെൻസ് ആയി നിൽക്കട്ടെ, നല്ല കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവില്ല. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അണ്ണ ആവേശം ടീമിലെ പിള്ളേരെ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയത്? ഈ വർഷത്തെ ഓണപ്പരിപാടിക്ക് ഇവിടുത്തെ സകലമാന പിള്ളേരും കട്ട പ്രാക്ടീസ്. ഒരു പ്രാക്ടീസും ചെയ്യാതെ നിൽക്കണം നമ്മുടെ പിള്ളേരും വിത്ത് പുച്ഛം. എന്നിട്ട് അതുവരെ മത്സരത്തിൽ ഒഴപ്പി 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 നടന്നവന്മാര് പിന്നീട് മത്സരത്തിൽ ജയിച്ച് 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 കയറി വന്നവന്മാര്. അതാണ് നമ്മുടെ പിള്ളേർ, ആവേശത്തിലെ പിള്ളേർ. എടാ മോണെ, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എടാ മോണെ, ഹാപ്പിയല്ലേ? ശ്രദ്ധിക്കണ്ടല്ല, എല്ലാരും ഹാപ്പിയാണോ?
സ്ക്വാഡ്. എന്റെ ദൈവമേ, രംഗണ്ണം വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അപ്പോ നമ്മുടെ മൂന്നാമത്തെ ടീമായിരുന്നു ഇന്റൽ ആവേശം. നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ. മലയാളി മനസ്സിന്റെ മനം കവരാൻ വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി. അത്തച്ചമയങ്ങളും പൂക്കളങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നവരോടൊപ്പം ഇന്റൽ കുടുംബവും ചേരുന്നു. ഓണത്തിമിർപ്പിൽ മുഴുകി ഇന്റൽ തിമിർത്തോണം കൊടിയേറിയിരിക്കുകയാണ്. ഇന്റൽ കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെ വരവേൽക്കാൻ ഇന്റലിന്റെ സ്വന്തം ആട്ടം ടീം ഒരുങ്ങിയിരിക്കുകയാണ്. ആട്ടം ടീമിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയെന്ന് നമുക്ക് ചോദിക്കാം. നമ്മുടെ പ്രതിനിധിയായ ശ്രീ കനേഷ് ആട്ടം ടീമിന്റെ ഒപ്പം ഉണ്ട്. കനേഷ്, പറയൂ, എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ? ആട്ടം ടീമിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? കനേഷ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് ശരി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്റൽ ആട്ടം ടീമിനോടൊപ്പമാണ്. ഇവിടെ ആട്ടം ടീമിന്റെ പരിപാടികൾ തകൃതിയായി നടക്കുന്നു. വലിയ വിഭവങ്ങൾ തന്നെയാണ് ഇന്റൽ ആട്ടം ടീം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇന്റൽ ആട്ടം ടീമിന്റെ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാ ഇന്റൽ ആട്ടം ടീമിന്റെ ഡാൻസേഴ്സ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായി നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ വരുന്ന ഇന്റൽ ആട്ടം ടീമിന്റെ ഗായക സംഘത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാ ഐശ്വര്യ, ഇന്റൽ ആട്ടം ടീം ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പെർഫോമൻസ് കണ്ട് മറ്റെല്ലാ ടീമുകളും പകച്ചു നിൽക്കുകയാണ്. ക്യാമറമാൻ സന്തോഷ് നായരോടൊപ്പം കനേഷ് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹലോ, പ്രഹ്ലാദൻ ചേട്ടന്റെ കൊച്ചുമോനാണോ? അതെ. മോൻ എന്നെ മനസ്സിലായോ? ഇത് ഞാനാ, മോന്റെ മാവേലി മാമൻ, മഹാബലി. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. സാറിന് പാർട്ടി വേണോ? വേണം. സാറിന് ഡാൻസ് കളിക്കണോ? കളിക്കണം. നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മളുടെ നാലാമത്തെ ടീമായിരുന്നു ഇന്റൽ ആട്ടം. അപ്പോ നമ്മുടെ അടുത്ത ടീമിലേക്ക് കിടക്കാം. എല്ലാരും ഉണ്ടല്ലോ, വിളിക്കണ്ടേ? വിളിക്കാം. അതെ, എല്ലാരും പ്രാക്ടീസിന്റെയും ഡാൻസിന്റെ ഒക്കെ ഇടയിലാണ്. ഫസ്റ്റ് അടിക്കാനുള്ള ഭയങ്കര വ്യക്തതാണ്. ഞാൻ എന്റെ ടീമിൽ വിളിക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ ഡ്രസ് മാറി കുളിച്ചിട്ട് വന്നിട്ട്
മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ